നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ നല്ല ആശംസകളൊക്കെ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജികളൊക്കെ നൽകാറുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങാൻ പോവുക. പക്ഷേ നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് കരുതിയിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഡീൽ ചെയ്യാൻ നല്ല ഒരു ഉറക്കത്തിലൂടെ നമ്മുടെ ബ്രെയിനിന് സാധിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ ഗവേഷണങ്ങളടക്കം ഉറപ്പിച്ച് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ ആണ്. നല്ല രീതിയിലുള്ള ഉറക്കം അത് ശരീരത്തിലുണ്ടാക്കുന്ന ചേഞ്ച് അതിൻ്റെ ആവശ്യകത ഇങ്ങനെ ഇതിൻ്റെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉറക്കശീലങ്ങളൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായവർ പോലും കിടക്കുന്നതിന് മുൻപ് ഈ മൊബൈലൊക്കെ നോക്കി റീലൊക്കെ മാറ്റി നോക്കി ഉറങ്ങുന്ന ഒരു ശീലമുള്ളവരാണ്. നമ്മളിൽ പലർക്കും നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിക്കുന്നത് പോലും നമ്മൾ കേൾക്കാറുണ്ട്. സോ ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഉറക്കത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം. പക്ഷേ ഉറക്കം എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഉറക്കം അങ്ങേയറ്റം കെടുത്തുന്ന ചില വാർത്തകളാണ് പല ദിവസങ്ങളും നമുക്ക് ഉണ്ടാകാറുള്ളത്. ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും പാചകവാതകത്തിൻ്റെ പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെ നമ്മളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ പ്രത്യാഘാതം തന്നെയാണ്. പലർക്കും ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഇനി കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എണ്ണക്കപ്പൽ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കയാണ്. പ്രതിസന്ധിയൊന്നും ഇല്ല എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി നേരിടുന്നു. ഒരുപക്ഷേ സംസ്ഥാനത്തെ പകുതിയോളം ഹോട്ടലുകൾ ഇന്നും നാളെയുമായി പൂട്ടുമെന്ന സൂചനകളൊക്കെ പുറത്തു വരികയും ചെയ്യുകയാണ്. മാത്രമല്ല സ്ഥാനാർത്ഥികൾക്കാകട്ടെ ഈ പട്ടികയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ഈ പട്ടികയൊക്കെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ആരൊക്കെ തങ്ങളിടം നേടിയിട്ടുണ്ടോ എന്നറിയാതെ അങ്ങനെ ഒരു ഉറക്കക്കുറവ് അവർക്കുമുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിർണായക നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കാൻ സംസ്ഥാന സർക്കാർ. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ സർക്കാർ നിലപാട് തിരുത്തും. പ്രവേശനം എതിർത്ത് ദേവസ്വം ബോർഡും സത്യവാങ്മൂലം നൽകും. എജിയും നിയമ സെക്രട്ടറിയും ഡൽഹിയിൽ. കേസിൽ അടുത്ത മാസം 7 മുതൽ വാദം. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. കൊല്ലം ചടയമംഗലം സ്വദേശി എസ് ബിനുവിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ഹൃദയം റോഡ് മാർഗം കോട്ടയത്തേക്ക്. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിട്ട ഇറാൻ. ചരക്ക് നീക്കത്തിൽ ഉടൻ തീരുമാനമെന്ന ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ. പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അടക്കം ഇറാൻ നേതാക്കളുടെ തലയ്ക്ക് വിലയിട്ട് അമേരിക്ക ഇറാനിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ അയച്ചു. കണ്ണൂർ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ കെ സുധാകരൻ. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിലപാട് കടുപ്പിക്കാൻ തീരുമാനം. നിർണായക തിരഞ്ഞെടുപ്പ് സമിതി മറ്റന്നാൾ. CC മുകുന്ദനെ തന്നെ നാട്ടികയിൽ മത്സരിപ്പിച്ചേക്കും. ISL ആദ്യ ജയത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരം വൈകിട്ട് 5:30 മുതൽ കൊൽക്കത്തയിൽ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കും. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് സർക്കാർ തിരുത്തും. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാരിന്റെ നിലപാട് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് തിരുത്താൻ തയ്യാറായത്. കേസിൽ വിശദമായ വാദം ഏപ്രിൽ 7 തുടങ്ങും. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഏപ്രിൽ 7 ഇപ്പോൾ വിശദമായ വാദം തുടങ്ങാനിരിക്കെ ഈ കക്ഷികളോടെല്ലാം കേസിൽ പങ്കുചേർന്ന കക്ഷികളോടെല്ലാം നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാകുന്നു. എടുത്തു പറയേണ്ട സർക്കാരിന്റെ നിലപാട് മാറ്റം തന്നെയാണ്. പലവിധ ചർച്ചകളിലൂടെ അത് കടന്നുപോയതുമാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസികളോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിന് നിൽക്കുമെന്ന നിലപാട് കോടതിയെ അറിയിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. സ്വപ്ന, ഗുഡ് മോർണിംഗ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ ഉയർന്നിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളാണ് ഇനി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. അതിന് മുൻപായി കേസ് പരിഗണിക്കുന്നതിന് മുൻപായി കേസിലെ കക്ഷികളോട് എല്ലാവരോടും തന്നെ അവരുടെ വാദം എഴുതി നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനനുസരിച്ച് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയം നേരത്തെ
കേസിൽ വാദം നടക്കുമ്പോഴും വിധി വന്നപ്പോഴും പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോഴും ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയത്. അത്തരത്തിലുള്ള സത്യവാങ്മൂലമായിരുന്നു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചത്. അവിടെയും അത്തരത്തിൽ സ്ത്രീകളുടെ പ്രായമനുസരിച്ചുള്ള ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകി. അതും 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കൊരു കാരണമാണ്. പിന്നീട് വിധി വന്നപ്പോൾ ശബരിമലയിൽ ആ വിധി നടപ്പാക്കാം എന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്നൊരു വലിയ യു ടേൺ ആണ് നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ഉം അത്തരത്തിൽ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. പരസ്യമായുള്ള പ്രതികരണത്തിൽ CPM-ന്റെ നിലപാട് മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ആചാര സംരക്ഷണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുക. നിയമവകുപ്പ് സെക്രട്ടറിയും ഒപ്പം അഡ്വക്കേറ്റ് ജനറലും ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കക്ഷികൾക്ക് വാദം എഴുതി നൽകുന്നതിന് സുപ്രീം കോടതി നൽകിയ സമയം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഈ അവസാന ദിനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടും ശബരിമലയിൽ ആചാര സംരക്ഷണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കൂടിയാണ്. ശബരിമല യുവതീ പ്രവേശന വിധി എന്നുള്ളതൊരു കേവലം സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു നിയമപ്രശ്നം മാത്രമല്ല, വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം വഴിവെച്ചൊരു വിഷയമാണ് ശബരിമല യുവതീ പ്രവേശനം. അതിൽ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ്. അതിൽ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും അക്കാര്യം വഴിവെക്കുന്നുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിശ്വാസികളുടെ വോട്ട് നേടാനാണ് ഇത്തരത്തിലൊരു യു ടേൺ നിലപാടിലൊരു മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തിയത് എന്നുള്ളതാണ്. ഒപ്പം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ശബരിമലയിൽ യുവതീ പ്രവേശനം ഉണ്ടാകരുത്, അവിടെ ആചാര സംരക്ഷണം ഉണ്ടാകണം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ 7 മുതലാണ് വിശദമായ വാദം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം ഒപ്പം ഇത്തരം മതപരമായ കാര്യങ്ങളിൽ നേരിടുന്ന സ്ത്രീ വിവേചനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള വിഷയങ്ങൾ ഇവയെല്ലാം തന്നെയാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ആ ബെഞ്ചിന് മുൻപിലേക്ക് എത്തുന്നത്. വിശദമായ വാദം തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിക്ക് മുൻപിലേക്ക് ഉണ്ടാകും. കാരണം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു നേരത്തെ ശബരിമലയിൽ അത്തരത്തിലൊരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. ഒപ്പം ഈ കേസിൽ ഹർജിക്കാരായിട്ടുള്ള ഇന്ത്യൻ യങ് ലോസ് അസോസിയേഷനും ഇതിനോടകം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ യങ് ലോസ് അസോസിയേഷൻ വ്യക്തമാക്കിയത് ഈ സ്ത്രീകളെ പ്രായത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ശരിയായ നടപടിയോ നിലപാടോ അല്ല. ശബരിമലയിലെ വിശ്വാസികളെ ഒരു പ്രത്യേക വിഭാഗമായി, മതവിഭാഗമായി കണക്കാക്കാൻ സാധിക്കില്ല തുടങ്ങിയ വാദമായിരുന്നു നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തങ്ങളുടെ പുതിയ നിലപാട് വ്യക്തമാക്കാനായി ഒരുങ്ങുന്നത്. ആചാര സംരക്ഷണം വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് പ്രതിപക്ഷമടക്കം കൂടുതൽ ചോദ്യം ചെയ്യുന്നതും. എന്തായാലും ഇന്നിപ്പോൾ മറ്റ് കക്ഷികളോടൊപ്പം സർക്കാരും നിലപാട് സത്യവാങ്മൂലമായി തന്നെ സുപ്രീം കോടതി അറിയിക്കുന്നു. ഏപ്രിൽ 7 വിശദമായ വാദം. നമുക്കറിയാം, ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ വാദം തുടങ്ങുക എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ്, പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ അത് നിർത്തിയോ, പരിമിതപ്പെടുത്തിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. എന്തായാലും ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയെന്ന വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുകയാണ്. ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയാണ് ഈ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകൾക്കാണ് കടലിടുക്ക് കടക്കാനായുള്ള അനുമതി കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ അനുമതിയോടെ ശിവാലിക് കടലിടുക്ക് കടന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. കേന്ദ്ര സർക്കാർ ഇറാനുമായി നിരന്തരമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ കപ്പലുകൾ കടത്തിവിട്ടത്. അതേസമയം ഹോർമുസ് വഴിയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കത്തിൽ ഉടൻ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ നേരത്തെ അറിയിച്ചിരുന്നു. ഇറാനിലെ പരമോന്നത നേതാവ് മുജ്തബ ഖംനേയി അടക്കമുള്ള പ്രമുഖരെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് അമേരിക്ക
$10 മില്യൺ പ്രതിഫലവും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്ക കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചത് മേഖലയിൽ വലിയ രീതിയിൽ തന്നെ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അതിരൂക്ഷമായ യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാനു നേർക്ക് ഇസ്രയേലും അമേരിക്കയും തുടരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനത്തിൻ്റെ വാർത്തയാണ്. വാഹനാപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ബിനുവിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയം, കരൾ, വൃക്കകൾ, നേത്രപടലം എന്നിവ 5 പേർക്ക് പുതുജീവൻ പകരുകയാണ്. ഹൃദയം ഇന്ന് റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിക്കും. കരളും ഒരു വൃക്കയും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മാറ്റിവെക്കുന്നത്. ബിനു സഞ്ചരിച്ച ബൈക്ക് കഴിഞ്ഞ ദിവസമാണ് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ബിനുവിന് ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ബന്ധുക്കൾ അവയവദാനത്തിന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ കെ സുധാകരൻ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയിൽ നിലപാട് കടുപ്പിക്കാനാണ് തീരുമാനം. നിർണായക തിരഞ്ഞെടുപ്പ് സമിതി മറ്റന്നാളാണ്. പ്രാദേശിക എതിർപ്പുകളെയൊക്കെ മറികടന്ന് CC മുകുന്ദനെ തന്നെ നാട്ടികയിൽ മത്സരിപ്പിച്ചേക്കുമെന്നും അറിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, കെ സുധാകരൻ ഈ പറഞ്ഞതുപോലെ ആകെ സങ്കടമായിട്ടുണ്ട്. കണ്ണൂരിലെ സീറ്റുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചതിന് ശേഷവും തിരഞ്ഞെടുപ്പ് സമിതിയൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നുള്ള നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷവും ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ പോയ നേതൃത്വത്തെ അറിയിച്ചതിന് ശേഷവും ആ നിലപാടിൽ അയവില്ലാത്ത ഒരു സാഹചര്യം തുടരുന്നു. കോൺഗ്രസിൻ്റെ ജെന്റിൽമാൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണല്ലോ. സ്വപ്ന, കണ്ണൂർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. നേരത്തെ സിറ്റിംഗ് MLA-മാരിൽ 3 പേരൊഴികെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലും ഏകദേശം 10 മണ്ഡലങ്ങളിലും അങ്ങനെ 30ഓളം മണ്ഡലങ്ങളിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചുവെങ്കിൽ പോലും കഴിഞ്ഞ 3 ദിവസത്തിലധികമായി ഡൽഹിയിൽ തുടർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തിയിട്ടും ആ കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനം കണ്ണൂർ തന്നെയാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുൻപേ കെ സുധാകരൻ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ദേശീയ നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ നിമിഷം വരെ MP-മാർ മത്സരിക്കുന്നതിൽ ഒരു അനുകൂല നിലപാട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ഒരു അനുനയ നീക്കം എന്നുള്ള രീതിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ സുധാകരനുമായി ആശയവിനിമയം നടത്തിയത് കണ്ണൂരിൽ കെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയായി നിർത്താം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നിലവിൽ സ്വീകരിക്കാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. ഇന്നലത്തെ സാഹചര്യങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. ഡൽഹിയിൽ മുതിർന്ന നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ചർച്ച നടത്തവേ ആ ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയും കണ്ണൂരിൽ അവിടെ പ്രവർത്തകരെയും അനുയായികളെയും എല്ലാം തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രം കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു കോൺഗ്രസിനെ കുറിച്ചും കണ്ണൂരിനെ കുറിച്ചും വികാരപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കെ സുധാകരൻ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് കെ സുധാകരനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിന് സീറ്റ് നൽകണം എന്ന നമ്മളതെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ വികാര നിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം. ഒപ്പം ഈ നാട്ടികയിൽ CC മുകുന്ദനെ തന്നെ മത്സരിപ്പിച്ചേക്കുമെന്ന സൂചന, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം പ്രാദേശിക നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുമായി രംഗത്തുണ്ട്. CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി സണ്ണി ജോസഫും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ കോൺഗ്രസിനൊരു വ്യക്തത വരുത്താത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പാണ് CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വെച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള രീതിയിൽ CC മുകുന്ദനെ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നിലവിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ നേതൃത്വവുമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായും ഒപ്പം സംസ്ഥാന
സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി CC മുകുന്ദൻ അത്തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ പിന്തുണ വേണം എന്നാവശ്യപ്പെടാനാണ് CC മുകുന്ദൻ ഡൽഹിയിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ അതിൽ CC മുകുന്ദൻ അത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസ് ആദ്യം പറയുകയും പിന്നീട് ചർച്ച നടത്തുകയും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം CC മുകുന്ദനെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിർണായകമായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം മറ്റന്നാൾ ചേരാനിരിക്കുകയാണ്. ആ യോഗത്തിൽ ഇത്തരത്തിൽ നാട്ടികയിലെയും കണ്ണൂരിലെയും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വപ്ന. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടന്ന സാഹചര്യത്തിൽ കൂടിയും ചില നിർണായക സീറ്റുകളിലുള്ള തർക്കങ്ങൾ വലിയ തലവേദനയായി തന്നെ ഇപ്പോഴും പാർട്ടിക്ക് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. നേമത്ത് KS ശബരിനാഥ് മത്സരിക്കും. വട്ടിയൂർക്കാവ് K മുരളീധരനും, അരുവിക്കരയിൽ VS ശിവകുമാറും, കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദും, വാമനപുരത്ത് പാലോട് രവിയും, വർക്കലയിൽ വർക്കല കഹാറും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സീറ്റ് CP ജോണിന് തന്നെയാണ്. ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷമാണ് CP ജോണിന് ആ സീറ്റ് കിട്ടുന്നത്. പ്രാദേശികമായി തന്നെ അത് കോൺഗ്രസ് ആ സീറ്റ് എടുക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളുമൊക്കെ ഒരുപാട് നടന്നിരുന്നു. എന്തായാലും ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഈ സീറ്റുകളിലൊക്കെ ഏതാണ്ട് തീരുമാനമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജില്ലയിലെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയായിരുന്നു. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് പ്രധാന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന നിയമമണ്ഡലത്തിൽ KS ശബരിനാഥ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. BJPയുടെ ഉറച്ച കോട്ടയിൽ രാഷ്ട്രീയ പോരാട്ടത്തിനായി KS ശബരിനാഥിനെ കളത്തിലിറക്കാനാണ് ഡൽഹി നടന്ന ചർച്ചയിൽ തീരുമാനമായത്. വട്ടിയൂർക്കാവ് K മുരളീധരൻ ആദ്യമേ ഉറപ്പിച്ചതാണ്. തിരുവനന്തപുരം സെൻട്രലിനായി പോരാട്ടം നടത്തിയ VS ശിവകുമാറിനും ശരത്ചന്ദ്ര പ്രസാദിനും മറ്റ് സീറ്റുകൾ നൽകി. ശിവകുമാർ അരുവിക്കരയിൽ ജനവിധി തേടും. കഴക്കൂട്ടത്താണ് ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക എതിർപ്പുകൾ മറികടന്ന് തിരുവനന്തപുരം സീറ്റ് ഘടകകക്ഷിയായ CP ജോണിന് തന്നെ നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. വർക്കല കഹാറാണ് ഇക്കുറി വർക്കലയിൽ മത്സരിക്കുക. പാറശാലയിൽ മുൻ DCC പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനൽ ജനവിധി തേടുമ്പോൾ കാട്ടാക്കടയിൽ MR ബൈജുവാണ് സ്ഥാനാർത്ഥി. മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയാണ് വാമനപുരത്ത് മത്സരിക്കുക. നെയ്യാറ്റിങ്കരയിൽ N ശക്തന്റെയും അനുസുജിത റസലിന്റെയും പേരുകളിൽ തീരുമാനമായിട്ടില്ല. ചിറയിൻകീഴ് ഏറെക്കുറെ KS ഗോപകുമാറിന് തന്നെ നൽകും. രമ്യ ഹരിദാസിന്റെ പേര് ചർച്ചയിലുണ്ടെങ്കിലും പ്രാദേശിക എതിർപ്പ് ശക്തമാണ്. ആറ്റിങ്ങൽ ഘടകകക്ഷിയായ RSPക്ക് തന്നെ നൽകും. അരുൺകുമാറാണ് ആറ്റിങ്ങലിൽ ജനവിധി തേടുക. കോവളത്ത് സിറ്റിംഗ് MLA M വിൻസെന്റ് തന്നെ കളത്തിലിറങ്ങും. 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായതോടുകൂടി തിരുവനന്തപുരത്ത് പക്ഷേ ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ നിരവധിയാണ്. പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് LDF ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്ററുടെ മെഗാ റോഡ് ഷോ ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് കയ്പമംഗലത്ത് നിന്നും ആരംഭിച്ച് വൈകിട്ട് 5-ന് പറവൂരിൽ റോഡ് ഷോ സമാപിക്കും. ജില്ലയിലെ പ്രധാന നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂർ തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് LDF. വിവിധ പരിപാടികളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും മണ്ഡലത്തിൽ സജീവമാണ്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് വീണ്ടും ചേരും. വൈകിട്ട് 7 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗമായിരിക്കും ഇത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്, ഈ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. രജിത്. തീർച്ചയായും ഇന്നലെയും ഇന്നുമായി, അതായത് ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ചില നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധനസഹായം വർദ്ധിപ്പിച്ചു എന്നതാണ്. അത് 14 ലക്ഷം, 10 ലക്ഷം രൂപയിൽ നിന്ന് 14 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. അതിൽ 4 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒപ്പം തന്നെ 10 ലക്ഷം രൂപ വനം വകുപ്പിൽ നിന്നും നൽകുന്ന തരത്തിലാണ് 14 ലക്ഷം രൂപയായി ഈ തുക ധനസഹായം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ സിനിമാ നയത്തിനടക്കം അംഗീകാരം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോൺ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു സിനിമാ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ചർച്ചകളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങൾ എടുത്തുകൊണ്ടാണ് സിനിമാ നയം അതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ പട്ടയഭൂമിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഇടുക്കിയിലെ നിർമ്മാണ മേഖലയിലടക്കം കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ്. അത്തരത്തിൽ ആ ഒരു തീരുമാനവും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ്
ഉണ്ടായിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും മന്ത്രിസഭാ യോഗം ഇന്നലെ വൈകിട്ട് തന്നെയാണ്, ഇന്നലെയും വൈകിട്ടോടു കൂടിയാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. ഇന്നും വൈകിട്ട് 7 മണി മുതൽ ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭാ യോഗമടക്കം ചേരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗമായിരിക്കും ഇന്ന് വൈകിട്ട് ചേരുക എന്നതാണ്. കൂടുതൽ നിർണായകമായ തീരുമാനങ്ങളും കൂടുതൽ പ്രഖ്യാപനങ്ങളും ഇതിലുണ്ടാവും. ഇന്നലെ നടത്തിയിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച് ഇന്ന് തന്നെ ഉത്തരവിറക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ന് കൂടുതൽ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഇതുപോലത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുണ്ടായ പ്രഖ്യാപനങ്ങളും ഇന്നിപ്പോൾ ഉണ്ടാകുന്നതും സമാനമായി ജനപ്രിയമായ തീരുമാനങ്ങൾ അവസാന മന്ത്രിസഭാ യോഗമാണ്. അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. ഇടത് ശക്തി കേന്ദ്രമായ കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും സന്ദർശിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് നീങ്ങി തുടങ്ങി. മണ്ഡലത്തിൽ ഡോക്ടർ മുസ്തഫയുടെ കൂറ്റൻ കട്ടൗട്ട് പ്രവർത്തകർ സ്ഥാപിച്ചു കഴിഞ്ഞു. CPM സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലം പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തൃക്കരിപ്പൂരിന്റെ ജനമനസ് കീഴടക്കാൻ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ പ്രചരണ ചൂടിലേക്ക് ചുവടുവെക്കുകയാണ്. ഇടതുപക്ഷത്തിന് വിജയത്തെ സംബന്ധിച്ച് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലാത്ത മണ്ഡലമാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. അതാണ് ഇക്കാലം അത്രയുമുള്ള ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. ചെങ്കോട്ടയാണ്. സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും തന്റെ പ്രചരണത്തിലേക്ക് മെല്ലെ മെല്ലെ ചുവടുവെച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗൃഹസന്ദർശനം മറ്റൊക്കെ? ജനൻ്റെ നാടാണിത്. അതുകൊണ്ട് ഒരു അപരിചിതത്വത്തിൻ്റെ പ്രശ്നമില്ല. സ്വാഭാവികമായിട്ടും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം എപ്പോഴും കാണുന്നത് പോലെ ഇപ്പോൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ, ഏത് രീതിയിലേക്ക് ഈ പ്രചരണം ചൂടുവെക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ? പൊതുവേ നമ്മുടെ കാലാവസ്ഥയുടെ ചൂടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരുന്ന മുറക്ക് കുറെ കൂടി ചൂട് പിടിച്ച രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ ഉണ്ടാകും എന്ന് കരുതുകയാണ്. ശക്തനായ എതിരാളി UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. എതിരാളി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ. UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർക്ക് അവരുടേതായ വേരുകളുണ്ട്, അവരുടെ രാഷ്ട്രീയവുമുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിലയിൽ നമുക്ക് ജയിച്ചു കയറാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തവണ 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിലവിലെ MLA M രാജഗോപാലൻ ഇവിടെ വിജയിച്ചത്. ശ്രീ മുസ്തഫ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും ആ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയണം. അതിനേക്കാൾ കവച്ചു വെക്കാൻ കഴിയും. കാരണം ശ്രീ M രാജഗോപാലൻ കഴിഞ്ഞ 5 വർഷം ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണയിൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളുണ്ട്. ഇതിൻ്റെ എല്ലാം ആനുകൂല്യം തീർച്ചയായും ലഭിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും. താങ്കളിപ്പോൾ CITUവിൻ്റെ ജില്ലാ ഭാരവാഹിത്വം അടക്കം വഹിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും, താങ്കൾ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഏത് കാലയളവിലാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പമുള്ള യാത്ര ആരംഭിച്ചത്? എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. അതുവരെ സ്കൂൾ പഠനകാലത്തൊക്കെ MSFൻ്റെ ഭാഗമായിട്ടായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം മുസ്ലിം ലീഗിന് നല്ല രാഷ്ട്രീയ മേൽക്കൈയുള്ള പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം വന്ന് MSFൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ കോളേജ് പഠനകാലത്താണ് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം, നേരിൻ്റെ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ തിരിച്ചറിയുന്നതും ഗൗരവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അതുതൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു 90കളുടെ തുടക്കത്തിലാണത്. അതുതൊട്ട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 30-35 വർഷമായി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പരം തന്നെയാണ് പോകുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലകൾ വഹിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ട്രേഡ് യൂണിയൻ രംഗത്തേക്കുള്ള ചുമതല പാർട്ടി നിർവഹിച്ചു തന്നിട്ടുള്ളത്. പാർട്ടി രംഗത്തും വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ വഹിച്ചു പോരുന്നു. അതിനിടയിൽ ചില സർക്കാർ ജോലികളൊക്കെ സ്വാഭാവികമായിട്ടും എൻ്റെ അക്കാഡമിക് യോഗ്യത അനുസരിച്ച് PSC പരീക്ഷയെല്ലാം എഴുതി ലഭിച്ചതാണ്. എന്നാൽ പൊതുപ്രവർത്തനത്തിൽ തന്നെ മുഴുകാമെന്നുള്ള അർത്ഥത്തിൽ ലഭിച്ച സർക്കാർ ജോലികളെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലും പാർട്ടി പ്രവർത്തനങ്ങളിലും സജീവമാവുകയായിരുന്നു. കട്ടൗട്ടുകളൊക്കെ ഉയർന്നു കഴിഞ്ഞല്ലോ മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ? അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിലുള്ള ഇടപെടലുകൾ മാത്രമാണ്. രണ്ട് പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിനൊപ്പമാണ് പീരുമേട് നിയോജക മണ്ഡലം. നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു 4 തവണയും മണ്ഡലം UDFന് നഷ്ടമായത്. ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാണ് തോട്ടം മേഖല സാക്ഷ്യം വഹിക്കുക. തോട്ടം തൊഴിലാളി സമരങ്ങളുടെ മണ്ണാണ് പീരുമേട്.
20 വർഷമായി കൈവശമിരിക്കുന്ന മണ്ഡലം നിലനിർത്താൻ LDF, തിരിച്ചുപിടിക്കാൻ UDF. കഴിഞ്ഞ തവണത്തെ വോട്ട് ചോർച്ചയ്ക്ക് പരിഹാരം തേടി BJPയും. 1967 മുതലുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് പീരുമേട്. 2001 EM അഗസ്തിയുടെ വിജയത്തിന് ശേഷം 20 വർഷം ഇവിടെ നിന്ന് വിജയിച്ചത് ഇടതു സ്ഥാനാർത്ഥികൾ. 2006 മുതൽ 3 തവണ CPIയുടെ ES ബിജിമോളായിരുന്നു MLA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജിമോൾക്ക് പകരം വാഴൂർ സോമനെത്തി. UDFിന്റെ സിറിയക് തോമസ് 2ാം വട്ടവും പരാജയപ്പെട്ടു. വാഴൂർ സോമന്റെ നിര്യാണത്തോടെ CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാറിനെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 100% ഒരു തുടർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് റോയി K. പൗലോസ്, DCC പ്രസിഡന്റ് CP മാത്യു, സിറിയക് തോമസ്, DCC സെക്രട്ടറി ഷാജി പൈനാടത്ത് എന്നിവരാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത്. പീരുമേട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് LDFിൻ്റെ MLAമാരാണ്. മാറി മാറി MLAമാർ വന്നെങ്കിലും മണ്ഡലത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFിൻ്റെ MLA പീരുമേട്ടിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തവണത്തെ വോട്ട് ചോർച്ചയാണ് BJPയെ ആശങ്കപ്പെടുത്തുന്നത്. മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പരമാവധി വോട്ട് നേടാനാണ് NDAയുടെ ശ്രമം. BJP ഏതായാലും ജയിക്കുന്നില്ല, എന്നാൽ LDF വരാതിരിക്കാൻ UDF വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് അത് തിരിച്ചും മറിച്ച് കാണിക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും കാണിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഒരു കാരണവശാലും ഉണ്ടായില്ല. പീരുമേട്ടിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനമാകുന്നതോടെ തോട്ടമേഖല വാശിയേറിയ പോരാട്ടത്തിലേക്ക് കടക്കും. പീരുമേട്ടിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പോയ വാരം വിപണി എങ്ങനെ വിലയിരുത്തുന്നു? വലിയ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. 2022 ജൂണിന് ശേഷം ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിലുണ്ടായത്. മുൻനിര ഓഹരി സൂചികകളിൽ ഏതാണ്ട് 5.31% നഷ്ടം ഉണ്ടായപ്പോൾ രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമാനമായ നഷ്ടം തുടർന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിലും 11.45% ഉയർച്ചയാണ് ഉണ്ടായത്. ഇതോടെ 22 എന്ന നിലവാരത്തിലേക്കാണ് ഇന്ത്യ വിക്സ് സൂചിക എത്തി നിൽക്കുന്നത്. ഇത് കാണിക്കുന്ന വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകളും ആശങ്കയും തുടരുമെന്ന് തന്നെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരാത്തതാണ് ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വൻതോതിലാണ് വിപണിയിൽ വിറ്റൊഴിയുന്നത്. ഇന്നലെ മാത്രം അവർ ഏതാണ്ട് 10,000 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. ഒരാഴ്ചക്കിടെ ഏതാണ്ട് 35,000 കോടി രൂപയുടെ വിൽപ്പന കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വിപണിയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നീക്കങ്ങളായിരുന്നു വിപണിയിൽ പ്രതീക്ഷിക്കുന്നതും. ചെറുകിട നിക്ഷേപകരും വിപണിയിൽ വലിയ തോതിൽ വിറ്റൊഴിയുക തന്നെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണിയിൽ നിക്ഷേപം ക്രമപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം മികച്ച ഓഹരികൾ വാങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. സാങ്കേതികമായി മുൻനിര സൂചികയായി നിഫ്റ്റി 22,900 എന്ന നിലവാരത്തിലാണ് ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അത് ഭേദിക്കുകയാണെങ്കിൽ 22,000 പോകാനുള്ള സാധ്യതയുമുണ്ട്. ബാങ്കിങ് ഓഹരികളെ പ്രതിദാനം ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി സൂചികയ്ക്ക് 53,000 എന്ന നിലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിന് ഒരു അയവ് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ വിപണിയെ ഒരു തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19 അയോധ്യ സന്ദർശിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതിയോടൊപ്പം അമ്മയുടെ സാന്നിധ്യവും ഉണ്ടാകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മയുടെ അയോധ്യ സന്ദർശനം. ഹിന്ദു പുതുവർഷം എന്നറിയപ്പെടുന്ന ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസമായ മാർച്ച് 19 അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക. ഈ സവിശേഷ ദിനത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അമ്മ 15-ാം തീയതി യാത്ര തിരിക്കും.
കായംകുളത്തു നിന്നും പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200ഓളം പേർ ഉണ്ടാകും. 1980കളിൽ ചെറിയ സംഘം ഭക്തന്മാരും അന്തേവാസികളുമായി അമ്മ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമൂഹം ആളുകളുമായി അമ്മ തീവണ്ടിയിൽ ഒരു ആത്മീയ യാത്ര നടത്തുന്നത്. അയോധ്യയിലെത്തുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം. കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന നിയോജക മണ്ഡലമാണ് ഏറ്റുമാനൂർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം 1280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയത്. MG സർവകലാശാലയിലും നിരവധിയായ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ സാധ്യമായി. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നിലവിൽ പൂർത്തിയായി വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക ബജറ്റിലൂടെ മാത്രം സാധ്യമാക്കാൻ കഴിയാതിരുന്ന നിരവധി ബൃഹത് പദ്ധതികളാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കിഫ്ബി വഴി യാഥാർത്ഥ്യമായത്. പശ്ചാത്തല വികസനം, സേവനം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിലായി കിഫ്ബിയുടെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതികൾ മണ്ഡലത്തിലുടനീളം കാണാൻ കഴിയും. കിഫ്ബിയുടെ പ്രയോജനം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിലാണ്. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രി എന്ന നിലയിൽ വളർന്നു വന്നിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത് ആയിരക്കണക്കിന് രോഗികളാണ്. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഈ സർക്കാർ ആതുരാലയത്തെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റിയത്. കാലാനുസൃതമായ ചികിത്സാ സൗകര്യവും സാങ്കേതിക സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളുമാണ് കിഫ്ബിയുടെ ധനസഹായത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയത്. 1280 കോടി രൂപയാണ് 10 വർഷത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾക്കായി കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ 283 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 33,642 ചതുരശ്ര മീറ്ററിലാണ് സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. 526 കിടക്കകൾ, 44 ICU കിടക്കകൾ, 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ പുതിയ ബ്ലോക്കിലുണ്ട്. 256 സ്ലൈസ് CT സ്കാൻ, 36 ടെസ്ല MRI, ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രഫി മെഷീൻ, ഫ്ലൂറോസ്കോപ്പിക് എന്നീ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 1250 കോടി രൂപയുടെ വർക്കാണ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി മുഖാന്തരം നടന്നിരിക്കുന്നത്. അതിൽ 560 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്കാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏതാണ്ട് 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററും. ഇതുകൂടാതെ ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കെട്ടിടം പണിയെത്തി. മറ്റൊന്ന് ക്രിട്ടിക്കൽ കെയർ IC, അതും ബഹുനില മന്ദിരമാണ്. അതും ഒരു 2 മാസത്തിനുള്ളിൽ തീരും. അതും ഈ ഫണ്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് അവിടുത്തെ കാത്തിലാവ് ഉൾപ്പെടെ നമുക്ക് പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം ഉൾപ്പെടെ 1250 കോടി രൂപ കിഫ്ബിയിൽ കിട്ടിയിരിക്കുന്നു. ഒരു വലിയ നേട്ടമാണ്. ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായി നമ്മുടെ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു. ആധുനിക ചികിത്സാ രംഗത്ത് എല്ലാം മികവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ടീമും അവിടെ പ്രവർത്തിക്കുന്നു. അതാണ് മെഡിക്കൽ കോളേജിന് കിഫ്ബി പ്രോജക്റ്റ് കിട്ടിയതിൻ്റെ ഗുണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 360 ബെഡുകളും 12 ഓപ്പറേഷൻ തിയേറ്ററുകളുമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനായി ബഹുനില മന്ദിരം, ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗത്തിൽ റിസർച്ച് സെൻറ്റർ തുടങ്ങിയവയുടെ നിർമ്മാണവും നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം, അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കെല്ലാമായാണ് കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പണം അനുവദിക്കപ്പെട്ട മറ്റൊരു രംഗം വിദ്യാഭ്യാസ മേഖലയാണ്. വിവിധ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾക്കായി തുക അനുവദിച്ചതിനൊപ്പം MG സർവകലാശാലയിൽ വിവിധ വികസന പദ്ധതികൾക്കായി ആകെ 280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കി. നാനോ ടെക്നോളജി വിഭാഗത്തിൽ റിസർച്ച് സെൻ്ററാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവകലാശാലയിൽ പുതിയ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സിൻ്റെയും നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു. 48.81 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്.
45 മീറ്റർ നീളവും 35 മീറ്റർ വീതിയുമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയവയ്ക്കായി സൗകര്യമൊരുക്കും. വിവിധ കായിക ഇനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്കുള്ള ഫർണിച്ചറുകൾ, സ്റ്റോർ മുറികളിലേക്കുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ക്രമീകരിക്കും. നിർദ്ദിഷ്ട സ്പോർട്സ് കോംപ്ലക്സിൽ സിന്തറ്റിക് ട്രാക്ക്, വിവിധ ത്രോ ഇനങ്ങൾക്കും ജമ്പിംഗ് ഇനങ്ങൾക്കുമുള്ള പിറ്റുകൾ, സ്വിമ്മിംഗ് പൂൾ, ഇതോടനുബന്ധിച്ച് ഡ്രസ് ചേഞ്ചിങ് റൂമുകൾ എന്നിവ ഒരുക്കും. സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധമായി ഹോസ്റ്റൽ, ഡൈനിങ് റൂം, മോഡേൺ കിച്ചൺ, വാഷ് ഏരിയ, ബാത്റൂമുകൾ തുടങ്ങിയവയും ക്രമീകരിക്കും. യൂണിവേഴ്സിറ്റിക്ക് നാനാ ടെക്നോളജിയുടെ റിസർച്ച് സെൻറ്റർ പുതിയ നമ്മൾ പണിത് കൊടുത്തു, ഹോസ്റ്റലുകൾ പണിത് കൊടുത്തു, ലൈബ്രറി കെട്ടിടം പണിതു. ഏറ്റവും അവസാനം 47.17 കോടി രൂപ മുടക്കിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ്. ആ സ്പോർട്സ് കോംപ്ലക്സിൽ നമ്മൾ 3 സിന്തറ്റിക് ട്രാക്ക്, ബാഡ്മിൻ്റൺ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ് കോർട്ട്, നമ്മുടെ വോളിബോൾ കോർട്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗെയിംസും, ഇതുകൂടാതെ സ്വിമ്മിംഗ് പൂള്, പിന്നെ 100 കണക്കിന് സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉൾക്കൊള്ളുന്ന ഹോസ്റ്റലുകൾ, ഇതെല്ലാം ചേർന്നുള്ള ഒരുപക്ഷെ തിരുവനന്തപുരം വിട്ടാൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ നാളുകൾ നടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്റ്റേഡിയമായിരുന്നു ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. അതും കിഫ്ബിയാണ് പ്രോജക്റ്റ്. കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലം കുമരകത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ കൈത്താങ്ങായി മാറുന്ന പദ്ധതിയാണ്. മുമ്പുണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലത്തിൻ്റെ സ്ഥാനത്ത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 107 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചത്. കോട്ടയത്തു നിന്നും കുമരകത്തേക്ക് എത്തുന്നവർക്കും ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്നും വൈക്കം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരുന്നവർക്കും പാലം ഏറെ പ്രയോജനകരമാണ്. കോണത്താറ്റ് പാലമാണ്. ആ കിഫ്ബി പ്രോജക്റ്റിൽ ആദ്യം 8 കോടിക്ക് പാലം പണി തുടങ്ങിയപ്പോഴാണ് പാലം തീർന്നു കഴിഞ്ഞപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ സോയിൽ ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അവിടുത്തെ ചെളിമണ്ണാണത്. ആ ചെളിമണ്ണ് ഇതുപോലെ സൈഡ് കെട്ടി മണ്ണിട്ട് താന്നു പോകുന്നു. സോയിൽ ടെസ്റ്റ് നടത്തി ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, മറ്റൊരു പാലാരിവട്ടമായിരിക്കും അത്. അതുകൊണ്ട് അത് മാറിയിട്ട് അവിടെ മുഴുവൻ 26 പൈലടിച്ച് മുഴുവൻ ബലപ്പെടുത്തി മറ്റേ സ്റ്റോൺ കോളം ഉണ്ടാക്കി കൃത്യമായിട്ട് വലിയ ബലവത്തായിട്ട് ആ പാലം തീർന്നു. അപ്പോൾ ഒരു 7.5 കോടി കൂടെ മുടക്കേണ്ടി വന്നു. അങ്ങനെ 15.5 കോടി കിഫ്ബിയിൽ മുടക്കിയാണ് ആ കോണത്താറ്റ് പാലം ഇപ്പോൾ തീർന്നിരിക്കുന്നത്. കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിനായി കിഫ്ബി വഴി 123 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള റോഡ് 15 മീറ്റർ വീതിയിലാണ് നവീകരിക്കുന്നത്. ലോക പ്രശസ്ത ടൂറിസം കേന്ദ്രമായ കുമരകത്തിൻ്റെ വികസനത്തിന് വലിയ കുതിപ്പ് നൽകുന്നതാണ് പുതിയ പാലവും റോഡ് നവീകരണവും. ഇതുകൂടാതെ കോട്ടയം കുമരകം റോഡിന് 120 കോടി രൂപ ഇപ്പോൾ കിഫ്ബി തന്നിട്ടുണ്ട്. അതിപ്പോൾ കല്ലിട്ട് തുടങ്ങി. അതിൻ്റെ വൈഡനിങ്ങാണ് 15 മീറ്റർ. അത് സമീപകാല ഭാവിയിൽ നടക്കും. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സുപ്രധാന പദ്ധതികളിലൊന്നാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി. ഏറ്റുമാനൂർ നഗരസഭ, അതിരമ്പുഴ, കാണക്കാരി പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്ന പദ്ധതിയാണിത്. കിഫ്ബി വഴി 93.225 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി നേതാജി നഗറിൽ 22 ദശലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികളും നടന്നുവരുന്നു. 13 കിലോമീറ്റർ നീളത്തിൽ ട്രാൻസ്മിഷൻ ലൈനും 43 കിലോമീറ്റർ നീളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളുമാണ് സ്ഥാപിക്കുന്നത്. ഈ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തന്നെ 92 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് ഉണ്ട്. അത് കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ 60% വർക്ക് കഴിഞ്ഞു, പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും സമീപകാല ഭാവിയിൽ കാരണം ഏറ്റുമാനൂരും അതുപോലെ അതിരമ്പഴയുള്ള മുഴുവൻ ആൾക്കും കുടിവെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. ആ സൗകര്യം വന്നിരിക്കുന്നു. അതും കിഫ്ബി പ്രോജക്റ്റാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ പഴുക്കാന്തലം കായൽ ശുചീകരണമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന മറ്റൊരു ബൃഹത് പദ്ധതി. 103.73 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. പഴുക്കാന്തലം കായലിൽ അടിഞ്ഞുകൂടിയ ചെളി കോരിയെടുത്ത് പാടങ്ങളുടെ പുറംബണ്ട് ശക്തിപ്പെടുത്തുമ്പോൾ കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന പ്രയോജനത്തിന് ഒപ്പം മേഖലയിലെ വെള്ളപ്പൊക്ക ഭീഷണി കുറയുകയും കായലിൻ്റെ ആഴം വർദ്ധിച്ച് ബോട്ടുകൾക്കുൾപ്പെടെ സുഗമമായ സഞ്ചാരം സാധ്യമാകുകയും ചെയ്യും. നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷന് ശേഷം കുട്ടനാട് പാക്കേജിൻ്റെ മറ്റൊരു രൂപം വന്നിട്ട് തിരുവാർപ്പനും കുമരകത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന പുതിയൊരു പാക്കേജ് നമുക്ക് കൃത്യമായി പഴുക്കാന്തല കായലുമായി ബന്ധപ്പെട്ട് 102 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ കിഫ്ബി പാസ്സാക്കി ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ടെൻഡർ പൊട്ടിക്കും. അത് കിഫ്ബിയുടെ മറ്റൊരു പ്രോജക്റ്റാണ്.
മലരിക്കൽ ആമ്പൽ ഗ്രാമം വികസനത്തിനായി 104 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴി ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജില്ലയിൽ തന്നെ നിരവധി പ്രോജക്റ്റുകൾക്ക് കിഫ്ബി മുഖാന്തരം പണം കിട്ടിയത് യാഥാർത്ഥ്യമായി, ഇപ്പോൾ കല്ലിടലില്ല, യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നതാണ് കൂടുതലും, മറ്റെല്ലാം ഓൺഗോയിങ് പ്രോജക്റ്റുമാണ്. അപ്പോൾ ആ നിലയിൽ കിഫ്ബി എന്ന ആശയം വന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ 1,10,10,000 കോടിയായെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കുമ്പളം പാലം ഉൾപ്പെടെയുള്ള കാര്യം. അങ്ങനെ പൊതുവിൽ ആ കിഫ്ബി മഴപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു എന്നാണ് അന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചത്. പക്ഷേ ആക്ഷേപിച്ചവരുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കിഫ്ബി വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ടുപോയി. മനോഹരമായിട്ട് പലതും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഒരു യാഥാർത്ഥ്യമാണ്. അത് വലിയ രൂപത്തിൽ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ പ്രായോഗികമാക്കി സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയ ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ പശ്ചാത്തല വികസന സൗകര്യത്തിൽ ബഹുദൂരം കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമാണ് ഏറ്റുമാനൂർ ഉൾപ്പെടെ എടുത്തു പറയാനുള്ളത്. കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ സർവ്വതല സ്പർശിയായ വികസന പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെടുകയും പൂർത്തീകരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കിഫ്ബിയുടെ കൈത്താങ്ങില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ദശാബ്ദത്തിനോ അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടിനോ അപ്പുറവും സാധ്യമാകാത്തതായിരുന്നു ഇതിൽ പല പദ്ധതികളും. വൈകിയെത്തുന്ന വികസനത്തിൻ്റെ പ്രയോജനം ഒരു തലമുറയ്ക്ക് തന്നെ അന്യമാകുമായിരുന്നു. വികസനത്തിന് ഫണ്ട് തടസ്സമല്ല എന്ന് കിഫ്ബിയിലൂടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലും തെളിയിക്കപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തി രാജ്യത്ത് പാചകവാതക വിതരണ പ്രതിസന്ധി തുടരുകയാണ്. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ്? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. നമസ്കാരം. വനിതാ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തി രാജ്യത്തെ പാചകവാതക വിതരണ പ്രതിസന്ധി. ഇറാൻ-ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിലയിലുണ്ടായ വർധനവും വിതരണത്തിലെ കുറവുമാണ് തിരിച്ചടിയാകുന്നത്. യുദ്ധം വലിയ രീതിയിൽ അടുക്കളയിലും പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. LPG തീരുമെന്ന പേടിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഇടുത്തിയായി ഇന്ധനക്ഷാമം. അടുക്കള പൂട്ടുമോ? രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയുടെ ആഴം എത്രമാത്രം? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. അഖില, ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതൊരു നിസ്സാര പ്രശ്നമല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. അതിങ്ങ് കേരളത്തിലും എത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ സംസ്ഥാനത്തൊട്ടാകെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എങ്ങനെയായിരിക്കും ഇതിന് പരിഹാരം കാണാൻ കഴിയുക? അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ നേരിടും? അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള ഈ അസ്ഥിരത അത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഇന്ത്യയെ ബാധിക്കുമെന്ന് ആദ്യം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. സാമ്പത്തികമായും ഒപ്പം നമ്മുടെ ഈ വിതരണ ശൃംഖലയിലും ചരക്ക് നീക്കത്തിലുമൊക്കെ വലിയ പ്രശ്നം നമുക്കുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്ന കാര്യമാണ്. ഇപ്പോൾ അത് നമ്മുടെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ചരക്ക് നീക്കത്തെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാചകവാതകം, LNG, LPG അടക്കമുള്ള ക്രൂഡ് ഓയിൽ അടക്കമുള്ള സാധനങ്ങളുടെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നേരിടാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മുംബൈ തുറമുഖത്തേക്ക് കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ എത്തിയിട്ടുണ്ട്. അടുത്ത് ഒരു കപ്പൽ വരികയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അശ്വതി സൂചിപ്പിച്ച പോലെ വലിയ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ LPGയുടെ ലഭ്യതക്കുറവ്. സാധാരണഗതിയിൽ നമ്മളൊരു ഗ്യാസ് ബുക്ക് ചെയ്താൽ 2 ദിവസം, കൂടിപ്പോയാൽ 3 ദിവസം അതിനുള്ളിൽ നമുക്ക് ഗ്യാസ് സാധാരണഗതിയിൽ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടാൻ ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയന്ത്രണം 25-30 ദിവസം. ഗ്രാമീണ മേഖലയിൽ അത് കുറച്ച് കൂടുതലാണ്, നഗരമേഖലയിൽ അത് മറ്റൊരു തരത്തിൽ വരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം എത്രത്തോളം സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ്. അതായത് ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് മറ്റ് ബദൽ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ അടുപ്പ് കത്തിക്കാനുള്ള ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ അടുപ്പാണ് പ്രധാനമായും, വിറക് ശേഖരിക്കുക, അടുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ മേഖലയിൽ അതൊരിക്കലും ഒരു പോസിബിളായ ഒന്നല്ല. നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടുപ്പ് കൂട്ടാനുള്ള സ്ഥലമില്ല. പലരും ഇപ്പോൾ അടുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അടുക്കളയിൽ നിന്ന്. ഇപ്പം ഗാർഹിക മേഖലയിൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഗ്യാസ് ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി അതും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഹോട്ടലുകളെയും വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടല്ലോ ഇത്.
തീർച്ചയായും അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഹോട്ടലുകൾക്കാണ് ഇതൊരു തിരിച്ചടിയായി അല്ലെങ്കിൽ ഇരുട്ടടിയായി മാറുന്നത്. ഹോട്ടലുകളെ മാത്രമല്ല, ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ചും അഖില നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു, അതായത് ഗ്രാമമേഖലയെ അപേക്ഷിച്ച് സിറ്റികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ജോലിക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലം, വിദ്യാർത്ഥികൾ പല ഹോസ്റ്റലുകളിലും ആശ്രയിച്ച് നിൽക്കുന്ന, അവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. അതിഥി തൊഴിലാളികൾ, ടെക്കികൾ, അങ്ങനെ ഒരുപാട് പേര് ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ഹോട്ടലുകളാണ്. ഹോട്ടലുകളെ സംബന്ധിച്ച് ഈ വിറക് അടുപ്പ് ഒരു ബദൽ മാർഗം സ്വീകരിക്കുക അത്ര പ്രായോഗികമല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ സുരക്ഷാ മാർഗങ്ങളൊക്കെ മുൻനിർത്തി അധികം വിറകടുപ്പ് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തടക്കം ഉണ്ട്. ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടമ്മമാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോഴും കേന്ദ്രം പറയുന്നത് ഭയപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, 25% നമ്മൾ ഓക്കെയാണ്, ബാക്കി നമ്മൾ ഓക്കെ ആക്കും എന്നുള്ളത് തന്നെയാണ് കേന്ദ്രവും പറയുന്നത്. അപ്പോഴും ഈ ഒരു ആശങ്കയാണ് ഹോട്ടൽ ഉടമകൾ അടക്കം പങ്കുവെക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപാരികൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 20% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു. ഇനി ഈ തുറക്കുന്ന ഹോട്ടലുകളാകട്ടെ ഭക്ഷണ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുന്ന ഭക്ഷണ രീതികളൊക്കെ മാറ്റി നിർത്തി അവരും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും അവർ ആശങ്ക പങ്കുവെക്കുന്നത് ഇത് എത്ര ദിവസം ഓടാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്ന കരിഞ്ചന്ത, ഗ്യാസ് ഉണ്ടെങ്കിൽ പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അത് എത്രത്തോളം സത്യമുണ്ട്, വാസ്തവമുണ്ട് എന്നറിയുന്നില്ല. സൗദി, ഖത്തർ, UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതലായി നമ്മുടെ ഈ പാചകവാതകമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി അവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും നമ്മളെ സ്വാഭാവികമായും ബാധിക്കും. അശ്വൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കരിഞ്ചന്ത വഴി ഉപയോഗിക്കേണ്ടി വരുന്നത് സാമ്പത്തികമായി നമ്മൾ അധിക പണം നൽകേണ്ട സാഹചര്യം വരും. ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പണം, അതായത് അതിനാവശ്യമായി ചെലവാക്കേണ്ട തുക കൂടും. ഇതേ കാര്യം തന്നെയാണ് കപ്പലുകൾക്കൊക്കെ ഇൻഷുറൻസ് തുകയൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവിടെയും തുക കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് മാനസികമായി മാത്രമല്ല സാമ്പത്തികമായി കൂടി. ഗാർഹിക ഗ്യാസിന് ഇപ്പോൾ 60 രൂപ കൂടി, വാണിജ്യ ഗ്യാസ് ഉപയോഗത്തിന് 14 രൂപ കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇത് എത്ര രൂപ കൂട്ടിയാലും അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. കാരണം അവർ പാനിക്കായിരിക്കുന്നത് ഗ്യാസ് കിട്ടുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. പാനിക് ബുക്കിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരും പറഞ്ഞത്. അതായത് പാനിക് ബുക്കിംഗ് ഉണ്ടാകുന്നതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി കാരണം. അതായത് ആളുകൾ ഇനി ഗ്യാസ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഉദ്ദേശിച്ച് ഒരുപാട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആളുകളുടെ ആശങ്കയിൽ അടിസ്ഥാനമുണ്ട്. അവർക്ക് കൃത്യമായി ഇത് ഉപയോഗിക്കണം. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ നമ്മളിപ്പോൾ അടുക്കളയിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ടെങ്കിൽ കൂടി അടുക്കളയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഗ്യാസ് തീർന്നു പോകുമോ എന്നുള്ള ആശങ്ക, നാളെ ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. അപ്പോൾ അതൊരു മാനസികമായ പ്രശ്നം കൂടിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഈ ഗ്യാസ് ലഭിച്ചില്ല എങ്കിൽ അടുക്കള പൂട്ടിയിടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വീട്ടമ്മമാർ എന്തായാലും ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഗ്യാസ് ഉണ്ടാവുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ സാമ്പത്തികമായി പറഞ്ഞത് ഇവരുടെ ഈ സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് ഈ സമയത്ത്. അതായത് ഗ്യാസിന്റെ ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെയും വൈദ്യുതി ചെലവ് അധികമായി വരികയാണ്. അതിനും നമ്മൾ കൂടുതൽ പണം നൽകേണ്ട സാഹചര്യം. സ്കൂളുകളിലെ ഭക്ഷണ രീതി എങ്ങനെയാണ്? വിറകടുപ്പ് പാടില്ല എന്നുള്ള മാർഗനിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വിദ്യാഭ്യാസ മേഖല അത് പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ വീണ്ടും അത് വിറകടുപ്പിലേക്കായി വരുന്നുണ്ട്. കാരണം ഈ ഗ്യാസിന്റെ ലഭ്യത ഇപ്പോൾ പരീക്ഷക്കാലമൊക്കെ ആണെങ്കിൽ പോലും സ്കൂളിലെ പാചകപ്പുരയിലേക്ക് വിറകിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ശ്മശാനങ്ങളിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം എത്രത്തോളം ടൺ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ഈ ശ്മശാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കാം അങ്ങനെയെങ്കിൽ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. സംഘർഷം ഇങ്ങനെ നീണ്ടുപോവുകയാണെന്ന് ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. കാരണം സംഘർഷം നീണ്ടുപോയാൽ അത് പിന്നെ ഈ കാലതാമസം വരുമല്ലോ ലഭ്യതയ്ക്ക്, അത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമെന്നതിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ ഒരു പെട്ടെന്ന് സംഘർഷം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുക, പക്ഷേ എങ്കിൽ പോലും ഇതൊരു സാധാരണഗതിയിലേക്ക് മടങ്ങി വരാൻ കൂടുതൽ സമയമെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതിഥി തൊഴിലാളികൾ. അവരും ഈ ആശ്രയിക്കുന്ന ഹോട്ടലുകളെ പോലുള്ള കാര്യങ്ങളെയാണ്. അങ്ങനെയാണെങ്കിൽ ഹോട്ടലുകളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികൾക്കൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. തൊഴിൽ മേഖലയെ സ്വാഭാവികമായി ബാധിക്കും. ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ പറയുന്നതോടെ ഗ്യാസ് കിട്ടുന്നില്ല, അപ്പോൾ ഒരു ഹോട്ടൽ അടച്ചിടുവാൻ തീരുമാനിക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ തൊഴിലാളികളെല്ലാം മടങ്ങിപ്പോവും. ഇനി ഗ്യാസ് ലഭ്യത ഉറപ്പായ പോലും പിന്നെ ഈ തൊഴിലാളികളൊക്കെ തിരിച്ചെത്തിയാലേ ഇവർക്ക് സാധാരണഗതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതും ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല.
2026 ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ആകെ LPG ഉപഭോഗം 33 മുതൽ 34 മില്യൺ മെട്രിക് ടണ്ണായി ഉയരുമെന്നാണ് സാധാരണയായ കണക്ക്. 2017 അപേക്ഷിച്ച് 44% എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തുടനീളം ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. ആ വിതരണത്തിനുള്ള സിലിണ്ടറുകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആഭ്യന്തര റിഫൈനറികളോടൊക്കെ നമ്മൾ ഉൽപ്പാദനം കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. 25% കൂട്ടണം എന്നാണല്ലോ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. 25 മുതൽ 28% വരെ ഒരു വർധനവിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഈ സമയം നിർബന്ധിതമായും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ പശ്ചിമേഷ്യയെ മാത്രം ആശ്രയിക്കാതെ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളെ കൂടി ആശ്രയിച്ച് നമ്മൾ കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാർ അത്തരം നടപടികളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമങ്ങൾ കൂടി വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കാം. തീർച്ചയായും ഈ വ്യാപാരികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാലത്തെ പോലെ ഒരു പ്രതിസന്ധിയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളത്. കാരണം അവർ ആശ്രയിക്കുന്നത് ഉപജീവന മാർഗം ഹോട്ടലുകൾ, കാറ്ററിംഗ് മേഖല, ഇതൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം, ഒപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരുടെ ഉപജീവന മാർഗം ഇതിനൊക്കെ തടസ്സം നേരിടും. അപ്പോൾ കോവിഡ് കാലത്തെ പ്രതിസന്ധിയിലേക്ക് അവർ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക വ്യാപാരികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹോട്ടലുകളുടെ ഓക്സിജനാണ് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കുന്നത്, അതായത് ഇന്ത്യയുടെ വാർഷിക LPG ഉപഭോഗം എത്രയാണെന്ന് അറിയാമോ അഖില? അതായത് 31.3 മില്യൺ ടണ്ണാണ്. അപ്പോൾ വീട്ടിലെ ഉപയോഗം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 87% വരും. വാണിജ്യ ഉപയോഗമാകട്ടെ അത് 13%. ഇന്ത്യയുടെ LPG ആവശ്യത്തിന്റെ ഏകദേശം 62% ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ LPG ഇറക്കുമതിയുടെ 85 മുതൽ 95% വരെ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയിലേക്ക്. അപ്പോൾ നമ്മൾ എത്ര പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്? ഈ സംഘർഷത്തെ ഏതു തരത്തിലും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ വേണ്ടത്. ഇനി സംഘർഷം അവസാനിച്ചാൽ തന്നെ സാധാരണഗതിയിലേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിലേക്ക് വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കരിഞ്ചന്തയും ഒക്കെ ഒഴിവാക്കി അതിന് വേണം അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് സംസ്ഥാനമായാലും കേന്ദ്ര സർക്കാരായാലും അടിയന്തര നടപടി ഉണ്ടാകണം. ഒരു തരത്തിലും പൂഴ്ത്തിവയ്പ് അനുവദിക്കാതിരിക്കുക, ആളുകളെ പാനിക് ആക്കാതിരിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികം വേണം. അല്ലെങ്കിൽ കാരണം ആളുകൾ, ഞാനടക്കമുള്ള സാധാരണ, ഞാനിപ്പോൾ ഒരു ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി, പക്ഷെ എനിക്ക് ആ ഗ്യാസിന്റെ നമ്പർ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എത്ര ദിവസം അങ്ങനെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അയ്യോ എനിക്ക് ഗ്യാസ് കിട്ടിയില്ല എന്ന് ആശങ്കയോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്, അവർക്ക് ആവശ്യങ്ങൾ ഉള്ളതാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാവും, ജോലിക്ക് പോകുന്ന രോഗികളായ ആളുകളുള്ള വീടുകളാണ്. ആശുപത്രി മേഖലയും ഇതുപോലെ ബാധിക്കുന്നുണ്ട്. അവിടുത്തെ ക്യാൻറ്റീനുകൾ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഫുഡ് ലഭിക്കും എന്നുള്ളതൊക്കെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ചും ഈ 2 ഗ്യാസ് കുറ്റിയൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ചിരൂടെ എളുപ്പത്തിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ഗ്യാസ് കുറ്റിയൊക്കെ ഉള്ളത് അത് തീർന്നിട്ട് അടുത്തത് ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ടത് ഈ ഗ്രാമീണ മേഖലയിലൊക്കെ 45 ദിവസത്തെ ഇടവേള എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗ്യാസ് എന്നുള്ളത് നമ്മുടെ അശ്വതി നേരത്തെ സൂചിപ്പിച്ച പോലെ വീടുകൾക്കാണെങ്കിലും ഹോട്ടലുകൾക്കാണെങ്കിലും ഒരു ഓക്സിജൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഓക്സിജൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിതാപകരമാണ്. മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരു കാര്യമായി മാറും. ഒപ്പം തന്നെ ഈ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധി, ഇപ്പം നമുക്ക് അരിയും പച്ചക്കറികളും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ധനം എത്താതിരുന്നാൽ സംഭവിക്കാൻ പോകുന്നത് ചരക്ക് നീക്കം പൂർണ്ണമായും രാജ്യത്തിനകത്താണെങ്കിലും നിന്നു പോകും. അങ്ങനെ പെട്രോളും ഡീസലും ഒക്കെ ഇല്ലാതെ വാഹനങ്ങൾ ഓടില്ലല്ലോ. അതപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുക്കള ഈ ഗ്യാസിനപ്പുറത്തേക്ക് അടച്ചുപൂട്ടേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അതാണ് ഈ കോവിഡ് സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ കോവിഡ് കാലത്ത് ഇത്തരം പ്രതിസന്ധി ഇല്ലായിരുന്നു. വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അത് സാധാരണപ്പെട്ട ആളുകളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ അടുക്കള അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആവശ്യമായ നടപടികൾ എടുക്കണം. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒഴിവാക്കാനുള്ള നടപടികളാണ് അടിയന്തരമായി വേണ്ടത്. ഒപ്പം തന്നെ വിതരണം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് വേണ്ടത്. ഏതായാലും അടിയന്തര ഇടപെടലുകൾ പ്രതീക്ഷിക്കുകയാണ്. ഇടപെടലുകൾ ഉണ്ടാകട്ടെ, പരിഹാരം ഉണ്ടാകട്ടെ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ K. മധു എഴുതിയ രാമായണ രഹസ്യങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ എം.എൻ. കാരശ്ശേരിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. രാമായണത്തിന്റെ പ്രസക്തിയും വ്യാഖ്യാനവും കാലത്തിനനുസരിച്ച് വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പി ശശീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.
ISL ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നു. സീസണിലെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം വിജയ വഴിയിൽ തിരിച്ചെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊമ്പന്മാർ ഈസ്റ്റ് ബംഗാളിനെ നേരിടുക. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:30 മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.